ഷാഫി പറമ്പിൻ്റെ സ്കൂളിൽ പഠിച്ചവരാണ്. ഷാഫി പറമ്പിലാണ് ഇതിൻ്റെ ഹെഡ് മാസ്റ്റർ. അദ്ദേഹം ഒരൊറ്റ അക്ഷരം പോലും മിണ്ടാതെ നാട് വിട്ട് പോയിരിക്കുകയാണ്. അപ്പോൾ ആ നിലയിൽ വെച്ച് നോക്കുമ്പോൾ കേരളത്തിലെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നവർക്ക് തന്നെ അപമാനമാണ്. ജനങ്ങൾ അവരെയും എല്ലാം ഈ നിലയിൽ കാണാൻ പ്രേരിപ്പിക്കുന്ന നിലയിലുള്ള ആക്ഷേപങ്ങളാണ് വന്നിട്ടുള്ളത്. അദ്ദേഹം അഹങ്കാരത്തിൻ്റെയും ധിക്കാരത്തിൻ്റെയും അങ്ങേറ്റം മാസ്റ്റർ പീസ് എടുത്തവരാണ്. അഹങ്കാരത്തിനും ധിക്കാരത്തിനും കയ്യും കാലും വെച്ച വ്യക്തിയാണ്. കേരളത്തിൻ്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനെ സംബന്ധിച്ച് എടാ വിജയ എന്ന് പറഞ്ഞ് പ്രസംഗിച്ചവരാണ്. ഞങ്ങളാരും ബഹുമാനപ്പെട്ട ശ്രീ കെ കരുണാകരനെയോ ശ്രീ എ കെ ആൻ്റണിയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രാഷ്ട്രീയ നേതാക്കന്മാരെയോ ഒന്നും തന്നെ ഇത്തരം ബഹുമാനം ഇല്ലാത്ത പദപ്രയോഗം ഉപയോഗിച്ചുകൊണ്ട് വളരെ വില കുറഞ്ഞ നിലയിൽ സംസാരിക്കാറില്ല. അസംബ്ലിയിലും അദ്ദേഹത്തിൻ്റെ പ്രസംഗം ഒരു അടി മാഞ്ഞു പോവും, പക്ഷെ ഒരു വാക്കുമായില്ല. അസംബ്ലിയിൽ അദ്ദേഹത്തിൻ്റെ പ്രസംഗം എന്ന് പറഞ്ഞാൽ തരംതാണ നിലയിലുള്ള പ്രസംഗമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ട്രാൻസ്ജെൻഡറിന് പോലും ഈ കേരളത്തിൽ ജീവിക്കാൻ പറ്റാത്ത സാഹചര്യം ഈ യൂത്ത് കോൺഗ്രസ്സുകാരെ കൊണ്ട് ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതാണ് അപൂർവങ്ങളായിട്ടുള്ള സംഭവം എന്ന് സൂചിപ്പിച്ചിട്ടുള്ളത്. യഥാർത്ഥത്തിൽ മറ്റൊരു കാര്യം പരിശോധിച്ച് നോക്കിയാൽ കേരളത്തിലെ ജനങ്ങളെല്ലാം നല്ല ബുദ്ധിയുള്ളവരാണ്, രാഷ്ട്രീയം വിലയിരുത്തുന്നവരാണ്. എന്തൊക്കെ ആക്ഷേപങ്ങളും ആരോപണങ്ങളാണ് ഒന്നാം പിണറായി ഗവൺമെൻറ്റിനെതിരെയും രണ്ടാം പിണറായി ഗവൺമെൻറ്റിനെതിരെയും തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിലും ഉന്നയിക്കുന്നതിന് വേണ്ടി കോൺഗ്രസ് തയ്യാറായിട്ടുള്ളത്. നമുക്കെല്ലാവർക്കും അറിയാം ശ്രീമതി സരിതയെ സംബന്ധിച്ചിടത്തോളം. ആ സഹോദരി ഇന്ന് അതീവ ഗൗരവമുള്ള രോഗം ബാധിച്ച് ഒരു സ്വകാര്യ ആശുപത്രിയിൽ, കേരളത്തിന് പുറത്തുള്ള ഒരു സ്വകാര്യ ആശുപത്രി ചികിത്സയിലാണ്. യഥാർത്ഥത്തിൽ അന്ന് അവരുടെ നല്ല ആരോഗ്യം ഉണ്ടായിരുന്ന സമയത്ത് അവരുമായി ബന്ധപ്പെട്ട നിരവധി വ്യക്തികളുടെ പേരിൽ ആക്ഷേപം ഉണ്ടായിരുന്നല്ലോ, അറിയാമല്ലോ. വ്യക്തികളുടെ പേര് ഞാൻ എടുത്ത് പറയുന്നില്ല. മിനിമം അവരുടെ ആശുപത്രി ചെലവെങ്കിലും കൊടുക്കാനുള്ള ഒരു മാന്യത ഇപ്പോഴെങ്കിലും കാണിക്കേണ്ടതാണ്. അതൊക്കെ ഒരു മറ്റു സഹജമായി ചെയ്യേണ്ട കാര്യമല്ലേ, ഒരു ആശുപത്രി ചെലവ്. അപ്പം അങ്ങനെ ഒരു പാരമ്പര്യം ഇവർക്കുണ്ട്. ഈ കോൺഗ്രസിന് അങ്ങനെ ഒരു പാരമ്പര്യമുണ്ട്. കാര്യം കഴിഞ്ഞാൽ പിന്നെ മരിക്കാൻ കിടന്നാലും തിരിഞ്ഞു നോക്കില്ല. അങ്ങനെ ഒരു രീതി ഈ യൂത്ത് കോൺഗ്രസ്സുകാർക്കുണ്ട്. കാരണം യൂത്ത് കോൺഗ്രസ്സുകാർക്കുണ്ട്. അതായത് പണ്ട് ഞാനൊക്കെ SFIയിൽ ഉണ്ടായിരുന്നപ്പോൾ KICUവിൻ്റെ ഒരു നേതാവ് ഈ തന്തൂരി അടുപ്പ്, നിങ്ങളുടെ തന്തൂരി അടുപ്പ് ഡൽഹിയിൽ, അതിലൊരു കുട്ടിയെ ഇട്ട് ചുട്ട കഥയുണ്ടല്ലോ. ആ കഥ മുതൽ ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ അവരുടെ ഒരു ചരിത്രം എഴുതിയാൽ ഇത്തരം ചരിത്രങ്ങൾക്കായിരിക്കും മുൻപന്തി നിൽക്കുന്നത്. എന്നിട്ട് വലിയ വായിൽ വലിയ അഭിമാനവും സംസ്കാരവും എല്ലാം പറഞ്ഞു നടക്കുന്ന ഒരു രീതിയാണ്. ഇന്നലെ ആ ശബ്ദരേഖയെല്ലാം കേൾക്കുമ്പോൾ, ശബ്ദരേഖ നമ്മൾ കേട്ടതാണല്ലോ. ഒരു പെൺകുട്ടിയും ഈ മാങ്കൂട്ടൻ എന്ന് പറഞ്ഞ മനുഷ്യരും തമ്മിൽ സംസാരിക്കുന്ന ശബ്ദരേഖ കേട്ടല്ലോ. നിങ്ങളുടെയൊക്കെ മാധ്യമ പ്രവർത്തനത്തിനിടയിൽ ഇങ്ങനൊരു ശബ്ദരേഖ കേട്ടിട്ടുണ്ടോ? ഭാഗ്യമാണ്.